ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. സലാം പറയടാ. അസ്സലാമലൈക്കും. എന്താ വിശേഷങ്ങളൊക്കെ സുഖല്ലേ? അപ്പോൾ 2 ദിവസമായി, ഇന്നലെ നിന്റെ വീഡിയോ കണ്ടിട്ടില്ലല്ലേ? എനിക്കും തന്നെ നിങ്ങളെ കാണാനായിട്ട് ഉറക്കിരുന്നില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇടാത്ത എന്തായിരിക്കുന്നുണ്ടാവില്ലേ? കമൻറ്റിലൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്, എന്താ താത്ത വീഡിയോ ഇടാത്ത, വാട്സപ്പ് ചെയ്യുന്നുണ്ട് ഓരോരുത്തർ. വീഡിയോ കണ്ടില്ലല്ലോ പാത്തുവോ, പാത്തുവിന് എന്താ പറ്റിയേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പാത്തൂന് ഉമ്മ അവിടെ ഉണ്ടായിരുന്നു. ഉമ്മാക്ക് സുഖമില്ലാതായി, ഇന്നലെ പെട്ടെന്ന് തീരെ വയ്യാതെയൊക്കെ ആയി കൊണ്ടുപോയിട്ടോ. അഡ്മിറ്റാണ് ഉമ്മ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. ഡോക്ടറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ MRI എടുത്തിട്ടുണ്ട് തലക്ക്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടാൻ കാത്തിക്കുകയാണ്. അപ്പോൾ അവിടെ ഇത്താത്തിയുണ്ട്, നാത്തൂതാത്തിയുണ്ട് കേട്ടോ. ഒരു രണ്ടാളുണ്ട്. എനിക്ക് ഏതായാലും പോകാൻ കഴിയില്ലല്ലോ. അപ്പം നമ്മളവിടെ ഇരുന്നു, തീരെ വയ്യാതായി. ഇപ്പോൾ രാവിലെ ഉമ്മ ഇങ്ങനെ എന്താ വീട്ടിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ സോഡിയം കുറഞ്ഞ എന്താണെന്നും അറിയില്ലല്ലോ. ഭക്ഷണം കൊടുത്തിട്ട് ഭക്ഷണമൊന്നും കഴിച്ചില്ല. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും കരുതി. ഉമ്മാക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടാലുണ്ടല്ലോ. അപ്പോൾ കുറേ നേരം ഞാൻ നോക്കി നിന്നു കേട്ടോ. അപ്പോൾ ഒന്നും റിസൾട്ടൊന്നും കിട്ടണില്ല. എനിക്ക് എനിക്കാണെങ്കിൽ തല കടഞ്ഞിട്ടായില്ലാറെ മൈഗ്രീൻ്റെ തലവേദന ഇന്നലെ തന്നെ വന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം വരെ ഞാൻ വെയിറ്റ് ചെയ്യുന്നു. നമ്മളെ ഷെയ്മോൾ ഇച്ചും ഇവിടെ ഇല്ലായിരുന്നു. അവൾ കുറേ ദിവസമായി പറയുന്നു കേട്ടോ, വിരുന്നിറക്കാൻ പോവുക അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത്താത്ത ഇവിടെ ഇല്ലായിരുന്നല്ലോ, അവൾ തിരുവനന്തപുരമായിരുന്നു. അപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞു മക്കളെ രണ്ടാളെ ഇങ്ങോട്ട് ആക്കിക്കൊണ്ടാ, ഓല് 2 ദിവസം ഇവിടെ നിൽക്കട്ടെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൾക്കൊരു ബുദ്ധിമുട്ടാക്കാരം കരുതി, അവൾക്ക് വെയ്യാത്തതല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ബുദ്ധിമുട്ടാരെയും ഉണ്ടാകുന്നു, ഓല് നിൽക്കണോട് നിന്നോട്ടെ ആയിരുന്നു. അപ്പോൾ ഓള് ചീത്താരെ വിളിച്ച് കണ്ടിട്ടോ. ഓലപ്പം ഞാൻ എടുത്തെടുക്കൊന്നും വേണ്ടല്ലോ, ചേറ്റങ്ങളെ പറഞ്ഞയച്ചാൽ കുട്ടികൾ അങ്ങനെ തന്നെ ആരും പെരുന്നാളൊക്കെ കഴിഞ്ഞാൽ പാർക്കാൻ. പെരുന്നാളിനും തന്നെ നമ്മൾ പോയിട്ടൊന്നുമില്ലല്ലോ. അപ്പം അമ്മ അവിടെ ആങ്ങളുടെയൊക്കെ ആയിരുന്നു. പിന്നെ നാത്തൂന് അങ്ങോട്ട് പോയിരുന്നു, ഓളെ വീട്ടിലേക്ക് പോയിരുന്നു. പെരുന്നാളൊക്കെ അല്ലേ, നമുക്ക് അപ്പോൾ പോകാൻ സ്ഥലമില്ലാത്തത്. അപ്പം നമ്മൾ പോയിട്ടുമില്ല. അപ്പോൾ കുട്ടികളെ പൂതിക്കും വേണ്ടിക്കാണ്ട് ഓലെ രണ്ടാളെയാണ് പറഞ്ഞേച്ചീനി. പോയി 1 ദിവസം നിന്നിട്ടുള്ളൂ. അപ്പോത്തിന് ഉമ്മ അവിടെ നല്ല തീരെ വയ്യാതായി. മിണ്ടൂല്ല അമ്മ, കണ്ണും തുറക്കൂല, ഭക്ഷണവും കഴിക്കൂല കേട്ടോ. തീരെ വയ്യാതായി. പിന്നെ റിതു ഇന്നലെ സ്കൂളൊക്കെ പോയി എന്ന് ലേറിതുവോ അവൻ ട്യൂഷന് പോകുന്നുണ്ട് കേട്ടോ. ഓൻ വന്ന് കണ്ട് ഓൻ കുറേ വിളിച്ചു ലേറിതുവോ. ഞാൻ കുറേ വിളിച്ചൊക്കെ ചെയ്തിന്. മമ്മ നീച്ചിട്ട് കുറേ ഞങ്ങളെ നിന്ന് അങ്ങനെ വിളിച്ചു. മമ്മ അതിനൊന്നും മിണ്ടണില്ല, തീരെ വയ്യ. അപ്പം എനിക്ക് ഭയങ്കര പേടി കേട്ടോ. അപ്പോൾ പിന്നെ ഇത്താത്തിയും ഓലൊക്കെ വരാറുന്നു, ആങ്ങളെയൊക്കെ വരാറുന്നു. എന്നിട്ട് പോയി ഡോക്ടറെ അടുത്ത് ഇന്നലെ രാത്രി, ഡോക്ടറെ അടുത്തല്ല നമ്മളെ ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജിലാണ് പോയത്. അവിടെ പോയിക്കാണ്ട് ഡോക്ടറൊക്കെ കാണിച്ചു. അപ്പോൾ നമ്മളെ ജില്ലാ ആശുപത്രി അല്ലേ, നിങ്ങൾക്ക് അറിയില്ല, മെഡിക്കൽ കോളേജിൽ പോയാൽ സ്ഥിതി രാവിലെ പോയാൽ വൈകുന്നേരം വരെയാണ്. പിന്നെ ഇന്നലെ വൈകുന്നേരം പോയപ്പോൾ പിന്നെ നേരം വെളുക്കോളം ഓല പരിശോധന. പിന്നെ നല്ലോണം പൈസയും കായൊക്കെ വേണം മക്കളെ. എന്നാൽ പിന്നെ പ്രൈവറ്റിലൊക്കെ കൊണ്ടുപോയി എന്തായാലും വേഗം തീരുമാനിച്ച് പോരാ. അപ്പോൾ അതുമില്ല. അപ്പം അങ്ങനെ പോയി. എന്താ വെച്ചാൽ ആളും പാളും നിൽക്കാനൊക്കെ ആൾ വേണം. അപ്പോൾ ജില്ലാ ആശുപത്രി ആകുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല മക്കളെ, കുറേ മണ്ടിപ്പായണം. മെഡിക്കൽ കോളേജാണ്, അവിടെ മണ്ടിപ്പാഞ്ഞാലേ രക്ഷയുള്ളൂ. പൈസക്ക് പൈസയും വേണം കേട്ടോ. എന്തൊരു ടെസ്റ്റ് ചെയ്താണെങ്കിലും പുറത്തേക്കും കാര്യങ്ങൾക്കുമാണ് മരുന്നിനൊക്കെ എഴുതുക. പിന്നെ ഇപ്പം മണ്ടിപ്പായാലേ ഏട്ടത്തി ഓൾക്കും വയ്യ. പിന്നെ നാത്തൂനുണ്ടായിരുന്നു കേട്ടോ, ഓളും ഉണ്ടായിരുന്നു. ഓൾ തന്നെയായിരുന്നു ഒക്കത്തിനും ഓടലൊക്കെ. എനിക്കിപ്പോൾ ഈ ബേബിയാളെയും കൊണ്ട് പോകാനും കഴിയൂലല്ലോ. വിവരങ്ങളൊക്കെ ഞാൻ അന്വേഷിക്കലുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ നിന്ന് വൈകുന്നേരം നാളെയൊക്കെ ഒന്ന് പോയി വരണം. അപ്പോൾ കണ്ണ് തുറന്നിട്ടുണ്ട്, ഇച്ചിരി കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ട് കാരണം. അപ്പോൾ റിസൾട്ട് കിട്ടിയിട്ടില്ല. എന്താ വെച്ചാൽ അമ്മക്ക് സ്ട്രോക്കാണ് മക്കളെ, 2 സ്ട്രോക്ക് വന്നാണ്. സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. നാളിപ്പോൾ ഒരു കമൻറ്റിൽ പറയുന്നുണ്ടല്ലോ അവർ, പിന്നെ അങ്ങനെ കിടപ്പിലാവും, പിന്നെ ഇതന്നെ മരിക്കില്ല ജീവിക്കില്ല എന്നൊരു അവസ്ഥയായിരിക്കും. അങ്ങനത്തെ അസുഖങ്ങളൊന്നും റബ്ബ് നമുക്ക് തരാക്കട്ടെ. അതാന്ന് അവരെങ്ങനെ കമൻ്റ് ഇട്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞത്, അങ്ങനത്തെ അസുഖമാണ്. കുട്ടികളെ സ്വഭാവമായിരിക്കും അവർക്ക്. കുട്ടികളെ സ്വഭാവം ഉണ്ടാവില്ല, എന്ത് പറഞ്ഞാലും മനസ്സിലാവൂല. ചിലപ്പോൾ നല്ല ബുദ്ധിയായിരിക്കും, ചിലപ്പോൾ തീരെ ഉണ്ടാവില്ല, ചെന്നി പോലെ ആയിരിക്കും. പിന്നെ വീഴും ചെയ്യും. നമ്മളെ ചെറിയ കുട്ടികളെ പിച്ച വെച്ച് നടക്കുമ്പോൾ അങ്ങോട്ട് വീഴുമല്ലോ, അതുപോലെ. ചെന്നി പറഞ്ഞാൽ ചെറിയ മാനസിക അസ്വസ്ഥത. അപ്പോൾ നടക്കുമ്പോൾ ഉണ്ടാവുമല്ലോ അപ്പട്ട് പറഞ്ഞുകൊണ്ട് വീഴല്, അതുപോലെ എവിടെ തട്ടണം അവിടെയാണ് പൊട്ടും. എന്നാലും ഇവിടെ പൊട്ടിയിട്ട് 6-7 സ്റ്റിച്ചൊക്കെ ഇട്ട്, ഞാൻ പറഞ്ഞില്ല അന്ന് മെഡിക്കൽ കോളേജിലൊക്കെ കൊണ്ടുപോയി കോഴിക്കോട് പറഞ്ഞില്ലേ, അതുപോലെയാണ്. അപ്പോൾ ഉമ്മാനെ നമ്മൾ നേർക്ക് നോക്കുക തന്നെ വേണം. അപ്പോൾ ഇന്നലെ പെട്ടെന്ന് അങ്ങനെയൊക്കെ ആയി. അപ്പം കണ്ണ് നീച്ചിട്ടിങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ഏട്ടത്തി വിളിച്ചപ്പോൾ ചെറുതായിട്ട് കഞ്ഞിയൊക്കെ കൊടുത്തിട്ടുണ്ട് കാരണം. അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോസ് വിടാനുള്ള മാനസികാവസ്ഥയല്ല, ഉമ്മാൻ്റെ എന്താണെന്നൊന്നും അറിയണ്ടേ. നമ്മളിപ്പോൾ ഇങ്ങനെ ഇരുന്ന് കാണ്ട് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു വരുമാന മാർഗ്ഗമാണിത്. പിന്നെ ഇപ്പോൾ എനിക്ക് വയ്യാനും തലവേദനയും ഒക്കെ പാടായിട്ട് എനിക്ക് എന്തെങ്കിലും കേൾക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ കേട്ടോ മക്കളെ. ഞാൻ എന്തൊരു കാര്യമാണേലും ഇപ്പോൾ വേറൊരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് കമൻറ്റ് വരികയാണെങ്കിൽ തന്നെ എനിക്ക് അന്ന് പിന്നെ തലവേദനയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത് കാര്യങ്ങൾ വേണ്ടാത്ത കാര്യത്തിന് പോകണ്ട, നെഗറ്റീവ് കമൻറ്റ് വരുന്നത് നമ്മൾ കാണുന്നേ വേണ്ട, വേഗം ഡിലീറ്റ് ചെയ്യാറ്. നമുക്ക് ആവശ്യമില്ലാത്ത എന്തിനാ നമ്മൾ എടുത്തേക്കണ അറിയോന്.
ഓൾക്ക് കമൻ്റ് ഇടാൻ അവകാശം ഉണ്ടെങ്കിൽ നമ്മളെ സ്റ്റുഡിയോയിൽ എന്ത് വേണമെന്ന് നമ്മളല്ലേ തീരുമാനിച്ച് നമ്മളെ കമൻറ്റ് ബോക്സിൽ അതാണ്ട് ഡിലീറ്റ് ചെയ്താൽ കഴിഞ്ഞില്ലമ്മ ഞങ്ങൾ വെറുതെ അതിൻ്റെ വെത്താലെ സൈക്കിൾ എടുത്തുകൊണ്ട് പോകണം. പലർക്കും പല മനസ്സാരം പല ജനങ്ങളല്ലേ കാണുന്ന അറിയോന് കേട്ടോ. കാക്കും പറയട്ടോ അത് എന്താ അതൊന്നും മൈൻഡ് ചെയ്യണ്ടാറ്. അപ്പോൾ ഇച്ചിരി സന്തോഷം ചിരിച്ചണൊക്കെ അമ്മക്ക് കുഴപ്പമില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ കിടപ്പിലായിരുന്നു, നല്ല തലവേദനയൊക്കെ ആയിരുന്നു. മൈഗ്രൈൻ്റെ തലവേദന ഇപ്പോൾ 1 മാസം 1.5 മാസമൊക്കെ കഴിഞ്ഞില്ലടാ വന്നിട്ട്. പ്രാവശ്യം അങ്ങനെ വന്നിട്ടൊന്നുമില്ല. ഞാൻ ഗ്ലൂക്കോസ് ഏറ്റാൻ പോകേണ്ടി വരും എന്ന് കരുതി, പക്ഷെ പോയില്ല കേട്ടോ. ഞാൻ നന്നായിട്ട് റെസ്റ്റ് എടുത്തു. കാക്കും ഇതുമൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്തു കേട്ടോ. കാക്കൊന്നും പോയില്ല. കാക്കു പറഞ്ഞു ഞാനിപ്പോൾ പണിക്ക് പോയാൽ 1000 റുപ്യ എനിക്ക് ഗ്ലൂക്കോസ് ഏറ്റാൻ വേണ്ടേ. ഞാൻ പോയാൽ 750 റുപ്യ 500 റുപ്യ വെച്ച് കിട്ടുള്ളൂ. അതിൽ ബാക്കി പൈസ ആ കൂട്ടേണ്ടി വരും ഗ്ലൂക്കോസ് ഏറ്റാൽ. അപ്പോൾ കാക്കു എന്താ എന്നോട് പറഞ്ഞു ഈ നന്നായിട്ട് റെസ്റ്റ് എടുത്തോ, ഭക്ഷണങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളായിരുന്നു. കാക്കു തന്നെ ഉണ്ടാക്കി കേട്ടോ എല്ലാവർക്കും ഉള്ള ഭക്ഷണം. അപ്പോൾ ഏട്ടത്തിൻ്റെ മക്കളൊക്കെ ഉണ്ട് ഇവിടെ, ഓൽക്കൊക്കെ എല്ലാവർക്കും കൂടി കണ്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ പ്രത്യേകിച്ച് ഭക്ഷണമൊന്നുമില്ല, സാധാരണ ചോറും ഉണ്ടാക്കി. പിന്നെ നമ്മളെ കഞ്ഞിവെള്ളം താളിച്ചു. കാക്കു അറിയിച്ച മുരിങ്ങൊക്കെ അതിലെന്തെങ്കിലും പോകാനിപ്പോൾ അവിടെ മുരിങ്ങിയില്ല കേട്ടോ. അപ്പോൾ കഞ്ഞിൻ്റെ വെള്ളം താളിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെന്താടാ കൂട്ടാണ്ടാക്കി വെച്ചിരിക്കണിപ്പാ ഉണക്കമീനില്ലേ, ഉണക്കമീനുണ്ട്. അപ്പോൾ ഉണക്കമീൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുട്ടരിച്ചെന്ന് തോന്നുന്നു. അപ്പം അതൊക്കെ തന്നെയാണ്. മക്കൾ ഭയങ്കര ശബ്ദമാട്ടോ, ഓരോട് ഒച്ചട്ടോ അതിലാറെ ഭയങ്കര കുട്ടികൾ കൂടുമ്പോൾ അങ്ങനെ തന്നെയല്ലേ എല്ലാവരും കൂടിക്കാണ്ട്. ആ വീഡിയോസ് എടുക്കുമ്പോൾ ഞാൻ ഓരോട് പറയും എല്ലാം ശബ്ദിക്കുക, അല്ലെങ്കിൽ ഇതിൽ കൂടെ വോയിസ് കേൾക്കും പറയും. നമ്മളിപ്പോൾ ഇങ്ങനെ വോയിസ് കൊടുക്കുകയല്ലേ, അല്ലാതെ പിക്ചർ എടുത്ത് വെച്ച് കണ്ട് കൊടുക്കുകയല്ലോ. അപ്പോൾ ഓലെ കുട്ടികളെ ഭയങ്കര സന്തോഷമായിട്ട് മിന്നൂനും പൊന്നൂനും കണ്ടിട്ടേ ഓലെ എടുത്തടക്കുക തന്നെയാണ് കേട്ടോ. അവളെ ചെറിയ മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഓല തന്നെ ഭക്ഷണം കൊടുക്കലെന്ന്. അപ്പോൾ ഞാൻ കിടത്തായിരുന്നു, എല്ലാം ഓല തന്നെയായിരുന്നു. ഞാൻ എന്നാലും വീഡിയോസ് എടുത്തില്ല. അപ്പോൾ ഇതിങ്ങനെ പിടിച്ച് വലിച്ച് ഞങ്ങൾ നീച്ചാണിമ്മ വീഡിയോസ് എടുക്കുക. താത്താരൊക്കെ വാട്സപ്പിൽ അങ്ങനെ ചോദിക്കണം. ഫോൺ ഞാൻ തൊട്ടിട്ടില്ലായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര തലവേദനയായിട്ട്, മൈഗ്രൈൻ്റെ തലവേദന വരുമ്പോൾ നമുക്ക് ഫോൺ എടുക്കാൻ കഴിയില്ലല്ലോ, ഫോൺ വിളിക്കാനും കൂടി കഴിയില്ല. ഇപ്പോൾ ഏട്ടത്തി എടുത്തപ്പോൾ തന്നെ എനിക്ക് കുറേ നേരം പിന്നെ നമുക്ക് കേൾക്കുകയല്ലാതെ നിവർത്തിയില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഛർദ്ദിക്കാൻ വന്ന് ഛർദ്ദിച്ചു കിട്ടും. അതുകൊണ്ട് കാക്കുണ്ട് അങ്ങനെ പറയണത്. മാക്സിമം കോളുകളൊക്കെ കാക്കു തന്നെയാണ്. ഇന്നലെ ഇന്നൊക്കെ എടുത്ത് ആങ്ങളെയൊക്കെ വിളിച്ചു, അങ്ങോട്ട് വിളിക്കലും ഇങ്ങോട്ട് വിളിക്കലും. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ തന്നെയല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫോൺ കോളുകളും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്നും എനിക്ക് എടുക്കാൻ വയ്ക്കണില്ല. ഒക്കെ കാക്കു തന്നെയായിരുന്നു എല്ലാം എടുത്തിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യമല്ലേ ഫോൺ എടുക്കും. അപ്പം കുറച്ച് നേരം കേട്ടാൽ പിന്നെ ഈ തല വേത്തായിട്ട് ഛർദ്ദിക്കുക. അപ്പോൾ ഞാൻ മാക്സിമം കടന്നുകാണ്ട് റെസ്റ്റ് എടുക്കാൻ നോക്കും. പോയി ഗ്ലൂക്കോസ് ആയിട്ട് വരുമ്പോഴത്തേന് കുട്ടികളും ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാത്ത കേട്ടോ, അല്ലാതെ ഒന്നുമല്ല. അപ്പോൾ പിന്നെന്താ വിശേഷങ്ങളൊക്കെ സുഖമല്ലേ. നമ്മളെ ലൈലാത്തൊക്കെ വിളിച്ചിരുന്നു കേട്ടോ. ലൈലാത്താക്ക് ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു. അപ്പോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. കുറേ ആയി താത്താക്ക് വിളിച്ചിട്ടില്ലടാ, വാട്സപ്പ് ചെയ്യൂ കേട്ടോ. അപ്പോൾ താത്താൻ്റെ പ്രശ്നങ്ങളൊക്കെ കുറേ ഞങ്ങൾ കേട്ടില്ലേ. അപ്പോൾ എന്നോട് എല്ലാം പറയലുണ്ട് കേട്ടോ, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയലുണ്ട്. അപ്പോൾ വിശേഷങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞില്ലേ. കുറേ താത്താൻ്റെ സബ്സ്ക്രൈബേഴ്സ്മാരൊക്കെ ഉണ്ടാവും, അവർ അറിയണവരും ഉണ്ടാവും അറിയാത്തവരും ഉണ്ടാവും. അപ്പോൾ 2-4 ദിവസമായിട്ട് താത്താക്ക് ഭയങ്കര ടെൻഷനും കാര്യമൊക്കെ ആയിരുന്നു. ചെയ്യാത്ത കുറ്റത്തിനൊക്കെ അങ്ങനെ ഓരോരുത്തർ ക്രൂശിക്കപ്പെടുമ്പോഴേ. അവരൊരു നല്ല സ്ത്രീയല്ലേ, ഞാൻ അറിയണോടത്തോളം നല്ലൊരു സ്ത്രീയാട്ടോ. എന്താ വെച്ചാൽ നമ്മളെയൊക്കെ മാതിരി തന്നെയാണ് മക്കളെ. ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങൾക്കൊക്കെ ഇടയിൽ തന്നെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ ഇപ്പം എല്ലാവരും എല്ലാ കാര്യങ്ങളും ഞാൻ ഓപ്പണായി പറയണ മാതിരി ഒന്നും ഇപ്പം എല്ലാവരും പറയില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ഒരാൾ വന്ന് പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ വീഡിയോസിൽ ആളും കാര്യങ്ങളൊന്നും പറയണില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാമല്ലോ, തൻ്റെ വീഡിയോസ് പോയി നോക്കിയാൽ അറിയാം. നമ്മളെ കണ്ടൻറ്റും അതല്ല, നിങ്ങൾക്ക് അറിയണമല്ലോ, നമ്മളെ കാര്യങ്ങളാണ് നമ്മൾ പറയലുള്ളൂ. പക്ഷേ ലൈലാത്തി ഞാനും ഇല്ല ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾക്ക് നന്നായിട്ട് അറിയണമല്ലേ. അപ്പോൾ എൻ്റെ അറിവിൽ ലേടാ ലൈലാത്തൊരു നല്ലൊരു സ്ത്രീയാണ് കേട്ടോ. എനിക്ക് എപ്പോഴും എന്ത് കാര്യത്തിനും മറുപടി ആയാലും എൻ്റെ കാര്യങ്ങൾ നല്ല പ്രചോദനം തരുന്നൊരു വ്യക്തിയാണ്. പിന്നെ ഇപ്പോൾ എല്ലാം മൂടി പൊയച്ചുകൊണ്ടൊക്കെ ചെയ്യണില്ലേ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പിന്നെ ഇപ്പോൾ ഇതന്നെ പറയണ പോലെ അവിടെ പറഞ്ഞോട്ടല്ലേ. ഞാനും താത്താനോട് പറയണ പോലെ പറഞ്ഞോട്ടെ. എപ്പോഴാണ് അവ എൻ്റെ അടുത്തേക്ക് വരികയാണ്. നമ്മളൊക്കെ മലപ്പുറക്കാരല്ലേ, അപ്പം അതിനനുസരിച്ച് ചെയ്യല്ലേ. അപ്പോൾ താത്താനെ പറ്റി 2 വാക്ക് പറഞ്ഞത് എനിക്ക് ഇഷ്ടം കൊണ്ടാണ് കേട്ടോ. നിങ്ങൾ പറയലുണ്ട് താത്താനെ പോലെ അങ്ങനെ വലിച്ചു നീട്ടി പറയണ്ട എന്നിലേറിയതോ അതേപോലെ പറയണ്ട, ലൈലാത്ത ചെയ്യണ പോലെ ചെയ്യണ്ട. പിന്നെ ഇപ്പോൾ ഇഷ്ടപ്പെടണവും ഉണ്ടാവും ഇഷ്ടപ്പെടാത്തതും ഉണ്ടാവും. താത്താൻ്റെ വീഡിയോസ് ഇഷ്ടമല്ലോലും ഉണ്ടാവും ഇഷ്ടമല്ലാത്തപോലും ഉണ്ടാവും. അതൊന്നും ഇപ്പോൾ നമ്മളതിൽ പെടണമല്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇഷ്ടം പറയാം. എനിക്കിപ്പോൾ ഒരു ഏട്ടത്തിയാലോ അഞ്ചെത്തിയാലോ അതേപോലെയൊക്കെ ആണല്ലോ കേട്ടോ. ഞങ്ങളൊക്കെ ഏകദേശം ഒരു പ്രായക്കാരാണ്. അപ്പോൾ പെട്ടെന്നൊക്കെ അങ്ങനെ ടെൻഷനൊക്കെ വന്നപ്പോൾ ഇവന് ഞാൻ പറഞ്ഞു നിങ്ങൾ ഉണ്ടാകുന്നാളി സാരമില്ല, തവക്കലത്തും അല്ലല്ലാ പറഞ്ഞാളി മുണ്ടാത്തറിഞ്ഞാളിയാണ്. അത് വന്നുകാണ്ട് ഒരുപാട് ബുദ്ധിമുട്ടാക്കിയോ തോന്നുന്നു. താത്ത വിളിച്ചപ്പോൾ അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളോട് പറഞ്ഞില്ല അപ്പുറം അതിനെ ബുദ്ധിമുട്ടിച്ചിരിക്കണം. എന്നോട് പറയാൻ പറ്റാത്തൊക്കെ പറഞ്ഞു. അതൊക്കെ ഇപ്പം നമ്മൾ വീഡിയോസിൽ പറയുമ്പോൾ വേറെ രീതിയിൽ കരുതൂലേ എന്നൊക്കെ പറഞ്ഞു എന്നോട്. ഒരുപാട് ബുദ്ധിമുട്ടിയായിരുന്നു.
അപ്പം അങ്ങനെ ഒതുക്കി തീർത്തിക്കാണ്. നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ ബാപ്പുവിൻ്റെയൊക്കെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, പിന്നെ ലീലാത്താൻ്റെ ഏട്ടൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ അല്ലേ. ഓലെ 4 ആങ്ങൾമാരുടെ അടിയിൽ ഒരൊറ്റ പെങ്ങളാ. ഓല് വെറുതെ ഇരിക്കുമോ മക്കളെ? ഇനിയിപ്പോൾ എത്ര എങ്ങനെയാണെങ്കിലും, ഏത് ചക്കരയാണെങ്കിലും ഏത് മൈദയാണെങ്കിലും ഇനിയിപ്പോൾ ഏത് തല്ലോടുന്ന ആങ്ങൾമാരാണെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ കാര്യത്തിനോട് എടുക്കുമ്പോൾ അല്ലേ, അത് ചോര തന്നെയാരോ. അപ്പോൾ ഞാനൊരു തമാശയിൽ ചോദിച്ചു ചെയ്തു താത്താനോട് കേട്ടോ, അല്ല താത്ത എന്തെങ്കിലും കാര്യമുണ്ടോ താത്ത, നിങ്ങൾ അറിയോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ തമ്മിൽ ചോദിച്ചിട്ടോ വെറുതെ തമാശയിൽ. അപ്പോൾ താത്ത പറയുക, പൊന്നാര മളെ ഞാൻ അതിനെ അറിയും കൂടിയില്ല, അങ്ങനെ ഒരു പെണ്ണിനെ തന്നെ ഞാൻ അറിയില്ല. ഞാൻ പറഞ്ഞു ഞാനറിയാം, പണ്ട് ടിക്ടോക്കിലൊക്കെ ഉണ്ടായിരുന്നു, എനിക്കതിനെ കണ്ടപ്പോൾ വേഗം മനസ്സിലായിരുന്നു. അപ്പോൾ താത്ത അറിയാം ഞാൻ അതിനെ അറിയും കൂടിയില്ല, വേറെ വന്നപ്പോഴാണ് അറിയണത് മളെ, എത്താ പിന്നെ കാട്ടണത്. ഞാൻ ഒന്നും മുണ്ടിയിട്ടില്ല അതിനോട്, അതിൻ്റെ വർത്താനം കേട്ട് അങ്ങോട്ട് പറയാനും തോന്നൂല. എന്തിനാ അങ്ങനെയല്ലേ അനാവശ്യമായി കണ്ടൊക്കെ ആളുകളൊക്കെ പറയണ, ഓലൊക്കെ വീഡിയോസൊക്കെ ചെയ്യണല്ലേ. അവരൊക്കെ വീഡിയോ ടിക്ടോക്കൊക്കെ കുറേ കണ്ടീന് കേട്ടോ. ഒച്ചൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന്. ഞാൻ നേഴ്സിങ്ങിന് പോകണം നോക്കിയേ ഒരു ടിക്ടോക്കൊക്കെ നല്ലോണം ചെയ്തിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ജാതി എന്തോ, എന്തിനാ അങ്ങനെയൊക്കെ പറയണം, ഒരാളെ ക്രൂശിക്കപ്പെടണമെന്ന് ഇങ്ങനെ കരുതി. പ്രശ്നമൊന്നും ഇല്ലയെന്ന് താത്ത പറഞ്ഞപ്പോൾ കേട്ടോ. ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ പിന്നെ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ലല്ലോ അല്ലേ. കാരണം എന്താ താത്ത പറയുന്നുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞു ചെയ്ത് അവർക്ക് വീഡിയോസൊക്കെ ഇട്ടുകൂടെ, നല്ല വ്യൂസൊക്കെ ഉണ്ടാവുമല്ലോ. ആ താത്താൻ്റെ പേരടിച്ചപ്പോൾ വേറെ ആളുകളൊക്കെ ചെയ്യണുണ്ട്. അപ്പോൾ അതിന് അങ്ങനെയൊക്കും കഥ, അല്ലെങ്കിൽ വീഡിയോസ് ഇട്ടാൽ പൈസ ഇട്ടൂലേ എന്നൊക്കെ പറഞ്ഞു, അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ താത്ത അത് അറിയില്ല, സംഭവം അതിനെ അറിയേയില്ല. അപ്പോൾ ഒരു ടെൻഷൻ ഇച്ചിങ്ങനെ ചെറിയ, നമ്മളിപ്പോൾ അത്രയും ഇഷ്ടപ്പെടുന്ന എന്നെ കുറേ സപ്പോർട്ട് ചെയ്യണ നമ്മളെ ഏട്ടത്തിനെ പോലെ കരുതുക. ഇനിയിപ്പോൾ ഇന്ന ഏട്ടത്തിനെ കരുതിയാലും വേണ്ടില്ല, താത്താനെ ഏട്ടത്തിനെ പോലെ കരുതിയാലും വേണ്ടില്ല, താത്ത വിളിച്ചണമെന്നുള്ളൂ കേട്ടോ. ഞാനും ലൈലാത്തൊക്കെ ലൈലാന്ന് വിളിച്ചാൽ അധികാരമുണ്ട്. കാരണം ആ സമം പ്രായം, എനിക്ക് തോന്നുന്നു 1 വയസ്സിന് കൂടുതൽ ഞാനാണ് തോന്നുന്നു. ഞാനവിടെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു വയസ്സേ, കാരണം ആളെ കാണുമ്പോൾ നമ്മൾ വയസ്സ് വെച്ചിട്ടുണ്ട്. എത്ര നിങ്ങൾക്ക് താത്ത വിളിച്ചാൽ വയസ്സായിക്കൂടോ വെച്ചാണ്. അപ്പോൾ ഇല്ലടി, ഓരോരുത്തരെ തടിയും ശരീരപ്രകൃതിയൊക്കെയാണ് അല്ലേ, അതിനൊക്കെ ഇപ്പം നമുക്ക് ഒരാളെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. പിന്നെ അപ്പോൾ ആ പേരിൽ അറിയപ്പെട്ടു താത്ത. അപ്പോൾ താത്താക്കും കുഴപ്പമില്ല, അതാണ് താത്താന്ന് വിളിച്ചത് കേട്ടോ. അപ്പോൾ താത്താനെ പറ്റി 2 വാക്ക് പറയണമെന്ന് കരുതി. കാരണം ഇന്നെ കുറേ സപ്പോർട്ട് ചെയ്ത് ഇന്നെ കട്ടൊക്കെ നിർത്തിയ ആളല്ലേ. പിന്നെ അനാവശ്യം അയക്കാണ്ടൊന്നും ഞാൻ ഒരാളെ വീഡിയോസും ഇതൊന്നും ചെയ്യലില്ല കേട്ടോ. എന്നാളിപ്പോൾ ആരോ ചോദിച്ചു എന്നോട്, ലൈലാത്താൻ്റെ എന്താ ആങ്ങളെ മരിച്ചില്ലേ, എന്താ നിങ്ങൾ അതിനെ പറ്റി വീഡിയോസ് ചെയ്യാത്ത താത്ത, ആങ്ങളെ മരിച്ചില്ലേ പാമ്പടിച്ച് കാണ്ട്, നിങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതിനെ താത്തയല്ലേ ആയിരുന്നു. ഞാൻ അതിന് മറുപടി കൊടുക്കാനൊന്നും പോയില്ല കേട്ടോ. അവരെ ഇതിൽ ഞാൻ മറുപടി കൊടുത്തു കേട്ടോ. അത് ഓലെ പേഴ്സണൽ കാര്യമല്ലേ, അവരെ വ്യക്തിപരമായ കാര്യം താത്താനോട് ചോദിക്കാതെ നമ്മളെ വീഡിയോസിൽ അതൊന്നും എടുത്തിടാൻ പാടില്ല. ചെയ്യണോല് ചെയ്തോട്ടെ, നമ്മളെ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും അതല്ലല്ലോ. അപ്പോൾ ചെയ്യണോല് ചെയ്തോട്ടെ എന്ന് പറഞ്ഞ കേട്ടോ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ചെറിയ വിഷമം കൊണ്ട് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. താത്താനോട് ചോദിച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യണത്. ചോദിക്കാതെ ഒന്നും ഒരാളെ വീഡിയോസ് നമ്മൾ ചെയ്യൂല. അത് പിന്നെ അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ താത്ത ചെയ്ത് ചോദിച്ചുമ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കും എന്നല്ലാതെ ഒക്കെ നല്ല കാര്യമല്ലേ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. താത്താനെ കുറിച്ച് 2 വാക്ക് പറയണം തോന്നി എനിക്ക്, ഇഷ്ടം കൊണ്ടാണ്. പിന്നെന്താ, ഒരു കൊറിയർ വന്നിട്ടുണ്ട് കേട്ടോ, ഒരു സന്തോഷ വാർത്ത ഉണ്ട്. ഇതൊന്നും അറിയില്ല, അറിയോ? പറയില്ല ഒരു മുഖം നോക്കിയാ താത്ത, എൻ്റെ പറക്കാതെ പോയ താത്ത കേട്ടോ. താത്ത എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറക്കാതെ പോയ താത്തയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം നമ്മളെ താത്ത കുറച്ച് സാധനം കൊടുത്തയച്ചിട്ടുണ്ട് ഇൻഷാ അള്ളാ. അപ്പം അതിൻ്റെ വീഡിയോസ് ഞാൻ വിടുന്നുണ്ട്. അപ്പം മക്കളോട് പറയണ്ട അറിഞ്ഞിട്ടോ, ഇത് അതാ വിട്ടക്കട വെറുതെ പറയടാ, വെറുതെ. പിന്നെ അപ്പം ഇന്നലെ താത്തേറ്റുകാട് ഇങ്ങനെ ചാറ്റ് ചെയ്തപ്പോഴേ താത്ത ഇങ്ങനെ പറഞ്ഞു എന്നോട്. അപ്പം പിന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യണ താത്തി, നമ്മൾക്ക് ചുരിദാറൊക്കെ വാങ്ങിച്ചത്. എന്നെ ഭയങ്കര ഇഷ്ടമാട്ടോ. ഇനി എൻ്റെ മക്കളെയൊക്കെ എന്തോരം ഇഷ്ടം. എന്നോട് എപ്പോഴും പറയും അത് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. കൊറിയർ വന്നിട്ടില്ല, താത്ത പറഞ്ഞിട്ടുണ്ട് കൊറിയർ വിട്ടിക്കണം അപ്പത്തൊന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കൾക്ക് സർപ്രൈസ് ആയിക്കോട്ടെ പറയേണ്ട പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നെ ഒരുപാട് എപ്പോഴും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി തരും കേട്ടോ. എല്ലാം ശരിയാവും റിഷ, അങ്ങനെ ചെയ്തോ പിന്നെ ഒക്കെ പറഞ്ഞു തരും. ഓതാനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അത്ര അടുപ്പല്ലോണ്ടല്ലേ, എന്തോ ഒരു വല്ലാത്ത സ്നേഹബന്ധം കേട്ടോ താത്താനോടും. എന്താ അറിയില്ല, നിങ്ങളോടും ഉണ്ട്, പക്ഷെ ആ താത്താനോടും അതേപോലെ ഒരു പേഴ്സണൽ താത്ത ഉണ്ട് കേട്ടോ.
താത്താൻ്റെ പേര് ഞാൻ പറയണില്ല, ഞാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യണ താത്തയാണ്. കാണുന്നുണ്ടാവും, അതിൻ്റെ വീഡിയോസൊക്കെ കാണുന്നുണ്ടാവും. ഞാൻ അത്ര കെഞ്ചി ചോദിച്ചിട്ടുണ്ട് ആരാ എന്താ ഒന്ന് പറയുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതുവരെ പറഞ്ഞു തന്നിട്ടില്ല കേട്ടോ. എന്തായാലും എൻ്റെ അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇൻഷാല്ലാ വരുമായിരിക്കും അല്ലേ റിതുവോ? ഞങ്ങൾക്ക് അതേപോലെയുള്ള ഒരു താത്തയാണ്. ഒരുപാട് ആ താത്താനെ ഞാൻ എൻ്റെ കണ്ണിൽ മനസ്സിൽ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. ആരാണിത്? നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവില്ലേ, ആരാണ് ഈ വ്യക്തിന്ന്? എൻ്റെ മനസ്സിൽ എന്നും ഉണ്ട് കേട്ടോ. ഞാൻ കിടക്കുമ്പോൾ കാക്കുവിനോടായാലും മക്കളോടായാലും ഒക്കെ പറയും നമ്മളെ താത്ത ആരാവലേ എന്നൊക്കെ പറയും. പേര് ഞാൻ പറഞ്ഞുതരാ. പേര് പറയണടാ? പേര് പറയണ്ടല്ലേ, ചിലപ്പോൾ ഓൾക്ക് ഇഷ്ടമല്ലെങ്കിലോ. കാരണം പേരുണ്ട്, മെസ്സേജാ വരും എനിക്ക്. നമ്മളെ നമ്പറും അല്ല. എന്നാൽ താത്താനോട് വിളിച്ചാൻ പറഞ്ഞാൽ ആന്ന് പറയുന്നല്ലാതെ ഇതുവരെ വാട്സപ്പിലും വന്നിട്ടില്ല, ഫോൺ നമ്പറിലും വന്നിട്ടില്ല, മെസ്സേജ് വരിക. അപ്പോൾ എനിക്ക് എനിക്ക് കരച്ചിൽ വരും കേട്ടോ. ഞാൻ എന്ത് ചോദിച്ചാലും മറുപടി താത്ത തരും. പക്ഷെ എന്താ അറിയില്ല അല്ലേടാ, ആ താത്താക്ക് എന്നോട് വല്ലാത്തൊരു അടുപ്പം, എന്താ അറിയില്ല. താത്ത ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. എൻ്റെ അഡ്രസ്സൊക്കെ ചോദിച്ചിട്ടുണ്ട്. 2 താത്തമാരാട്ടോ എനിക്ക്. നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളൊക്കെ എൻ്റെ താത്തമാരും അനിയത്തിമാരും ഉമ്മമാരും ഒക്കെ അറിയാം. പക്ഷെ നമ്മളെ അഗാധമായി ഇങ്ങോട്ട് മനസ്സിക്ക് ഇങ്ങോട്ട് വലിച്ചെടുക്കുന്ന തമാരുണ്ടാവുമല്ലോ, അത് 2-3 എണ്ണം ഉണ്ട്. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ പറയണ്ട് ഒരിക്കൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ. അപ്പോൾ അൺബോക്സിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് കാണുന്നുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ റിഷ കാണിക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മളെ മറ്റേ താത്ത കേട്ടോ. നമുക്ക് ഡ്രസ്സൊക്കെ അയച്ചു തന്ന താത്ത. എനിക്ക് കുട്ടികളെ സന്തോഷം കാണും. പേരും നാളൊന്നും ഒരിക്കലും വെളിപ്പെടുത്തരുത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ താത്തി. അപ്പോൾ ആ താത്താൻ്റെ പേരും സ്ഥലവും കാര്യങ്ങളും ഒക്കെ എനിക്കറിയാം കേട്ടോ. എവിടെ നിൽക്കണ മക്കളെ കാര്യങ്ങൾ താത്ത ഫോട്ടോയും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ വീഡിയോസിൽ ഒരിക്കലും പറയരുത് പറഞ്ഞിട്ടുണ്ട്. അതൊരോ മനസ്സിലെ നേർച്ചയും കാര്യങ്ങളായിരിക്കും. നമ്മളെ ചുരിദാറൊക്കെ വാങ്ങിച്ചു തന്നില്ലേ, ചുരിദാർ അതുപോലെ ഇച്ചൂനും ഷൈമോക്കും ലിനൂനും ബേബിയാക്കൊക്കെ ഡ്രസ്സൊക്കെ അയച്ചു വിട്ടുന്നില്ലേ, ആയിത്താട്ടോ. പിന്നെ മറ്റേ താത്ത ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ഒന്നും പറഞ്ഞാൽ ഒരു പേര് മാത്രമുണ്ട്. എന്നെ ചോദിച്ചപ്പോൾ പറഞ്ഞു, കുറേ ചോദിച്ചപ്പോൾ പേര് പറഞ്ഞു, സ്ഥലപ്പേരും പറഞ്ഞു. എന്നാൽ വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിളിച്ചിട്ടുമില്ല, വാട്സപ്പ് ചെയ്തിട്ടുമില്ല. നമുക്കൊരു ആകാംക്ഷയല്ലേ, അതാരായിരിക്കും നമ്മൾ ഒരുപാട് ഹെൽപ്പും കാര്യമൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ ഇൻഷാല്ലാ അത്തിയും വരും കരുതിയാണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മക്കളെ നിങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളൊക്കെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. കാരണം ഞാനൊരു ഷോർട്സ് ചെയ്യുകയാണെങ്കിലും വീഡിയോസ് ചെയ്യുകയാണെങ്കിലും മിന്നു പൊന്നു നമ്മളെ മക്കളെ പോലെ കരുതിയിട്ടല്ലേ നിങ്ങൾ അങ്ങനെ പറയുന്നത്. ഇതും എവിടെ, ഷെയ്മോളെവിടെ, ഇച്ചെവിടെ, കാണുന്നില്ലല്ലോ ഇങ്ങനെ പറയണത്. ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്, ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യേണ്ടി. ഷോർട്സ് ഇടുമ്പോഴത്തിനൊക്കെ പാട് കയറി കാണുന്നുണ്ട്. പഠിച്ചിട്ടൊന്നല്ല മക്കളെ, അതങ്ങോട്ട് ചെയ്യന്നെ. എല്ലാവരും വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഇതൊക്കെ ചെയ്യണോ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ വീഡിയോസിൽ കാണുമ്പോൾ പാവാണല്ലോ, ഇതൊക്കെ എങ്ങനെ ചെയ്യണോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാലത്ത് എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവും കേട്ടോ, 10ാം ക്ലാസ്സിലെ അവരൊക്കെ കാണുന്നുണ്ടാവും. അപ്പോൾ പഠിക്കുന്ന കാലത്ത് ഒരു ചെറിയൊരു കലാവിരുദ്ധമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പുറത്തെടുക്കുക എന്നുള്ളൂ അല്ലേ അറിയുമോ. പിന്നെ ആ സപ്പോർട്ടിന് കുട്ടപ്പനുണ്ടല്ലോ, കുട്ടപ്പനും ഉണ്ട് കാക്കും ഉണ്ട് കേട്ടോ. കാക്ക് വരച്ച് ചെയ്തോ, മാന്യം മര്യാദയ്ക്ക് ചെയ്തോ പറയും. അതന്നെ അൽഹംദുലില്ലാ. ഞങ്ങൾ പറയും എൻ്റെ കാക്കും റിതുമൊക്കെയാണ് കൂടുതൽ സപ്പോർട്ട്. അതിലും മീതെ വേറെ എന്താ വേണ്ട ദുനിയാവില്ല. പിന്നെ ഇപ്പം എല്ലാ സുഖം റബ്ബ് തരൂല, നമുക്ക് അറിയണതാണ്. അങ്ങനെ ആകുമ്പോൾ പഠിച്ചവനെ നമ്മൾ മറക്കൂലേ. ഒരു നേരം നിസ്കാരം നമ്മൾ മുടക്കും, അതേപോലെ ദുആവും ചെയ്യൂല അല്ലേ, എല്ലാ സുഖം കിട്ടി കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെയാണ്. ഇത്രയൊക്കെ ഉള്ള വീഡിയോ. പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വരണ്ട്. മക്കളെയൊക്കെ കാണിച്ചു തരണ്ട് കേട്ടോ. മക്കളെ ഒന്നും കാണിച്ചു തന്നില്ലല്ലേ, ഒക്കെ ട്രൗസറും കുപ്പായതൊക്കെ ഇടാതെ നടക്കാണ്. അതൊക്കെ കാണിച്ചു തരാത്ത കേട്ടോ, എനിക്ക് ക്ലെയിം കിട്ടും. ഇട്ടവൾക്ക് ഷൈമോളോട് പറഞ്ഞാൽ ഒന്നിടുമ്പോൾ ഒരു പീ പൂ അറിയാം. അപ്പോൾ അതിന് കുറേ മെനക്കെടാ. അപ്പോൾ ഒരു വീഡിയോസോട് ചെയ്തുകൊണ്ട് വേണം വിടാന്ന് കരുതി. കുട്ടികളൊക്കെ ആയിട്ട് എല്ലാവരും വീഡിയോസും ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇൻഷാല്ലാ പുതിയ വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.